GT എഡ്യൂക്കേഷന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ ഇംഗ്ലീഷ് ദർ ആർ 3 tenses: present tense, past tense and future tense. And present tense is again divided into 4. They are simple present, present continuous, present perfect and present perfect continuous tense. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ ചാനൽ ഉപകാരപ്പെടും. അതിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ പ്രസന്റ് ടെൻസിൽ ആദ്യത്തെ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അവൻ സ്കൂളിലേക്ക് പോകുന്നു. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ പ്രസന്റ് ടെൻസിലെ ഫസ്റ്റ് കാലാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോകുന്നു. ഹി ഗോസ് ടു സ്കൂൾ. ഹി ഗോസ് ടു സ്കൂൾ. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അവൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആണ്, പിന്നെ ഒബ്ജക്റ്റ് വരുന്നു, പിന്നെ വെർബ് വരുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ആദ്യം വരുന്നിട്ട് പിന്നെ വരുന്നത് വെർബാണ്, ക്രിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലവർക്കൊരു ബുദ്ധിമുട്ട് വരാം. പക്ഷെ നമ്മളിത് അവൻ സ്കൂളിലേക്ക് പോകുന്നു, ഹി ഗോസ് ടു സ്കൂൾ. അപ്പോൾ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ വെർബായിട്ടുള്ളത് ഏതാണ്? ഗോയാണ്. ഗോയിൻ്റെ ഒപ്പം നമുക്ക് എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. അപ്പൊ ഇവിടെ ഗോസ് നമ്മൾ ഇ എസ് ആണ് വരാം. അപ്പൊ ചില വീടിന്റെ ഒപ്പം എസ് ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ ഗോ എന്ന വെർബിന്റെ ഒപ്പം ഇവിടെ ഗോസ് എന്ന് ചേർത്താലാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ ഒപ്പം എസ് ഓർ ഇ എസ് ചേർക്കണം. അതാണ് സിമ്പിൾ പ്രസന്റ്. ഹി ഗോസ് ടു സ്കൂൾ. ഇപ്പൊ ഷീ എന്ന് പറയുന്നതും സിംഗുലർ ആണ്, ഏകവചനമാണ്. അതുകൊണ്ട് ഗോ എന്ന് പറയുന്നത് വെർബിന്റെ ഒപ്പം ഇ എസ് ചേർക്കുന്നു. ഷീ ഗോസ് ടു സ്കൂൾ. രാജു എന്ന് പറയുന്നത്, രാജു സ്കൂളിൽ പോകുന്നു. രാജു സിംഗുലർ ആണ്, ഏകവചനമാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. രാജു ഗോസ് സ്കൂൾ. ഈ ലതയാണെങ്കിലോ ലത ഗോസ് ടു സ്കൂൾ. ലത ഏകവചനമാണ്, സിംഗുലർ ആണ്. ഈ ദേ എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നതാണ് ഇവിടെ ദേ. ദേ എന്ന് പറയുന്നതാണ് പ്ലൂറലാണ്, ബഹുവചനാണ്. അപ്പോൾ വെർബിന്റെ ഒപ്പം എസ് ഓർ ഇ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. ദേ ഗോ ടു സ്കൂൾ. അപ്പോൾ നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ സിംപിളി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ ഒപ്പം എസ് ഓർ ഇ എസ് ചേർക്കണം. അപ്പൊ എസ് ആണോ ഇ എസ് ചേർക്കേണ്ടത് ആ വാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ ഒപ്പം എസ് ഓർ ഇ എസ് ചേർക്കേണ്ട. വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഗോയുടെ ഫസ്റ്റ് ഫോം ഗോ തന്നെയാണ്. ഗോ, വെൻ, ഗോൺ. വെൻ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഗോൺ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. V1, V2, V3 എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ യു വരുമ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് യു ഗോ ടു സ്കൂൾ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നീ എന്ന് പറയുന്നത് നമുക്ക് തോന്നാം, നമുക്ക് മലയാളത്തിൽ തോന്നാതെ ഏകവചനം. പക്ഷെ ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നത് ബഹുവചനമായിട്ടാണ്. യു, നിങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളതിലെ കൂടെ ഗോ തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുള്ളൂ. പക്ഷെ ഐയുടെ ഒപ്പം നമ്മൾ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള ഗോ മാത്രമാണ് ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് ഐ ഗോ ടു സ്കൂൾ. ഇനി വി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. വി ഗോ ടു സ്കൂൾ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ ഒപ്പം എസ് ഓർ ഇ എസ് ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ ഒപ്പം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എൻ്റെ വീഡിയോ ഇടാവുന്നതാണ്. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റൈൻസ് തോമസ് സൈനിങ് ഔട്ട്.